വിഷ്ണുജ. ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ നാടിന് തന്നെ നൊമ്പരമായി മാറുകയാണ്. പരമാവധി സഹിച്ചു ഈ 26 വയസ്സുകാരിയായ യുവതി. സഹനത്തിനപ്പുറം പോയപ്പോൾ അവൾ സ്വയം ജീവനൊടുക്കിയെന്ന് ഭർതൃവീട്ടുകാർ പറയുന്നു. പക്ഷേ അവളെ കൊലപ്പെടുത്തിയതാണ് എന്ന് വിഷ്ണുജയുടെ പിതാവ് ആരോപിക്കുന്നു. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ഈ വിഷ്ണുജ എത്ര സുന്ദരിയാണ്, ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ അവളുടെ ഭർത്താവ് പറഞ്ഞത് അവൾക്ക് വേണ്ടത്ര സൗന്ദര്യം പോരാ, ജോലിയില്ല, തടിയുമില്ല, അതുകൊണ്ട് തന്നെ കണ്ടാൽ പെണ്ണെന്ന് തോന്നില്ല എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളില്ല. ഇയാള് ബൈക്കിൽ കയറി പോകുമ്പോൾ ഈ പെങ്കൊച്ച് ബസ്സിൽ കയറി പോകണം. കാരണം കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല, നാട്ടുകാരെ കാണിക്കാൻ പറ്റൂലെന്ന് തന്റെ ഭാര്യയെ. 2023 മെയ് മാസത്തിലാണ് ഈ പെൺകുട്ടിയും ഈ പ്രബിനുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇയാളുടെ സ്വഭാവം മാറി. അപ്പോഴേ ഇയാൾ പറഞ്ഞു, എന്റെ ജോലിയൊന്നും നോക്കി നീ എന്റെ പിന്നാലെ കൂടണ്ട, നിനക്ക് വേണമെങ്കിൽ നീ ജോലിക്ക് പോയി സമ്പാദിച്ച് എന്താന്ന് വെച്ച് ചെയ്തോ, എന്നെ നീ പ്രതീക്ഷിക്കണ്ട എന്ന്. പിന്നെ അവൾ ദുരിത ജീവിതമാണ് ആ വീട്ടിൽ നയിച്ചിരുന്നത്. ഒന്ന് വീട്ടിൽ പോലും പോകാൻ സാധിച്ചിരുന്നില്ല. ആ വീട്ടിൽ ജീവച്ഛവമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി. ഇക്കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ആ ഭർത്തൃ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. 24 വയസ്സ് വരെ പൊന്നുപോലെ അച്ഛനും അമ്മയും വളർത്തിയ മകളാണ്. ആ മകളെയാണ് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവൾക്ക് സമ്മാനമൊക്കെ കൊടുത്താണ് ആ അച്ഛൻ കെട്ടിച്ചയച്ചത്. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണം. ആദ്യം പ്രമിൻ ഈ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച് ചെല്ലുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ജോലി ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ വിവാഹം പിന്നീട് അല്പം നീണ്ടുപോയി. പിന്നീട് വീണ്ടും ആ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ പെൺകുട്ടി വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോഴെല്ലാം ഈ പെൺകുട്ടിക്ക് സൗന്ദര്യം ഉണ്ട്. വിവാഹം കഴിഞ്ഞപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി. അച്ഛന്റെയും അമ്മയുടെയും 3 പെൺമക്കളിൽ ഇളയ പെൺകുട്ടിയാണ് ഈ വിഷ്ണുജ. സാധാരണക്കാരായ ഒരു കുടുംബം. അച്ഛനും അമ്മയും എങ്ങനെയാണ് തന്നെ വളർത്തി വലുതാക്കിയത് എന്ന ആ മകൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അച്ഛനും അമ്മയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ആ വീട്ടിൽ അവൾ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നു. സഹോദരങ്ങളോട് പലപ്പോഴും അവൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴെല്ലാം ചേച്ചിമാര് പറഞ്ഞിരുന്നു, വിഷ്ണു നീ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ട, നിനക്ക് പറ്റില്ല എങ്കിൽ മോള് തിരിച്ചു പോരൂ എന്ന് ആ ചേച്ചിമാര് പറഞ്ഞിരുന്നു. പക്ഷെ വിഷ്ണുജ വേണ്ട വേണ്ട, മൂന്നാമതൊരു വ്യക്തി ഈ വിഷയത്തിൽ ഇടപെടണ്ട, ഞാൻ എന്റെ ഭർത്താവിനെ നന്നാക്കി എടുത്തുകൊള്ളാം എന്നാണ് പറഞ്ഞിരുന്നത്. നല്ല മിടുക്കിയായ പെൺകുട്ടിയാണ്. ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ എപ്പോഴും മുന്നിട്ട് നിന്ന് പരിഹരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങുന്ന സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചേച്ചിമാർ ആ അനുജത്തി പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ചു. അവൾ അവനെ നന്നാക്കി എടുക്കും, അവൾ നന്നായിട്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് കരുതി. വിഷ്ണുജ പരമാവധി ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പ്രബിൻ ഈ പെൺകുട്ടിയെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു. മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം. ഈ പെൺകുട്ടി വഴങ്ങാതായപ്പോൾ പോലും നിർബന്ധപൂർവ്വം ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു. അയാൾ എന്ത് പറയുന്നുവോ കമാന്ന് മിണ്ടാതെ ആ പെൺകുട്ടി അതെല്ലാം ചെയ്തിരിക്കണം. അതായിരുന്നു അവസ്ഥ. അയാൾക്ക് എന്തൊക്കെയോ സ്വഭാവ വൈകൃതം ഉണ്ടായിരുന്നു എന്നാണ് ഈ വിഷ്ണുജയുടെ സുഹൃത്തുക്കൾ പറയുന്നത്. കാരണം സഹിക്കാവുന്നതിനും അപ്പുറമായപ്പോൾ വിഷ്ണുജ മനസ്സ് തകർന്ന് സുഹൃത്തുക്കളോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ സുഹൃത്തുക്കളോട് ഈ പെൺകുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് പോലും ടെലിഗ്രാം ആപ്പിലൂടെയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഈ പെൺകുട്ടിക്ക് ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ വിഷ്ണുജിയുടെ ഫോണിൽ വാട്സപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് ഭർത്താവ് പ്രബിന്റെ ഫോണിലാണ്. പിന്നെ ഇയാൾ അടുത്ത് വന്നിരുന്നിട്ട് ഈ ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് വെറുതെ ഇരുന്നിട്ട് പറയും സുഹൃത്തുക്കളെയൊക്കെ വിളിക്കാൻ, എന്നിട്ട് അത് പറ ഇത് പറ എന്നൊക്കെ പറയും. അപ്പൊ തന്നെ അയാളുടെ ഒരു സ്വഭാവ വൈകൃതം മനസ്സിലാക്കണം. അപ്പൊ ഈ സുഹൃത്ത് ചോദിക്കും, അവിടെ ഉണ്ടോ, നീ എവിടെ എന്ന് ചോദിക്കുമ്പോ ഈ പെൺകുട്ടി പറയും ഇവിടെ ഉണ്ട് എന്ന്. അപ്പൊ അതായത് അവരൊരു കോഡ് ഭാഷയിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്. അപ്പൊ ഈ സുഹൃത്തുക്കൾ മനസ്സിലാക്കാം ഭർത്താവ് ഒപ്പമുണ്ട്, കൂടെ ഉണ്ട് എന്നാണ് വിഷ്ണുജ പറയുന്നത് എന്ന് ആ സുഹൃത്തുക്കൾ മനസ്സിലാക്കും. ഈ വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടി വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടിയൊന്നുമല്ല. ഡിഗ്രി കഴിഞ്ഞു, ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം SSC കോച്ചിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനും ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടി വീണ്ടും ഈ പ്രബിന്റെ വീട്ടിലേക്ക് വരുന്നത്. പ്രബിന് ഒട്ടും തന്നെ ഈ പെൺകുട്ടിയെ കൂടെ നിർത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രബിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് വിഷ്ണുജ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഇത്രയും ക്രൂരമായി ആ പെൺകുട്ടിയെ ആക്രമിച്ചിരുന്ന വിഷ്ണുജയുടെ ഭർത്താവ് പ്രബിൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതായത് ഭൂമിയിലെ മാലാഖമാർ എന്നറിയപ്പെടുന്ന നഴ്സുമാർക്ക് കൂടി അപമാനമാണ് ഇയാൾ. ഇയാളെയൊക്കെ എങ്ങനെയാണ് നേഴ്സ് എന്ന് വിളിക്കാൻ സാധിക്കുക?
അത്രയേറെ അതിക്രൂരമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് പെരുമാറിയിരുന്നത്. ഒരു മനുഷ്യജീവിയാണ് എന്ന കരുതൽ പോലും ആ പെൺകുട്ടിക്ക് നൽകിയിരുന്നില്ല. ഇയാള് ജോലിക്ക് പോകുമ്പോൾ ബാഗിൽ ഗർഭനിരോധന ഉറകളുമായിട്ടാണ് പോയിരുന്നത് എന്നാണ് ഈ പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു മാനസികാവസ്ഥ. അതായത് ഭാര്യ ഇയാളുടെ പീഡനം സഹിച്ച് വീട്ടിൽ കഴിയുകയാണ്. ആ പെൺകുട്ടി ഒന്ന് പുറത്തു പോലും ഇറങ്ങുന്നത് ഇയാൾക്ക് സഹിക്കാൻ സാധിക്കില്ല. അങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടുകയാണ്. ഇയാൾ എങ്ങോട്ടോ പോവുകയാണ്. ബാഗില് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇവയൊക്കെയാണ്. അപ്പൊ ഇയാളുടെ പോക്കും വരവും എങ്ങോട്ടാണ് എന്നൊന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ല. പക്ഷെ ഇയാൾ ഏതൊക്കെ പാർക്കിൽ ഏതൊക്കെ സ്ത്രീകളുമായി പോകുന്നത് കണ്ടു എന്നതിന് തെളിവുണ്ട്. ആ പെൺകുട്ടിയുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതെല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് ഈ പ്രബിൻ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും തന്റെ മകൾക്ക് ഉണ്ടായ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്നാണ് ഇപ്പോൾ ആ അച്ഛൻ പറയുന്നത്. മകളെ അയാൾ കൊല്ലാതെ കൊല്ലുകയാണ് എന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും അവൾ തന്നോട് പറഞ്ഞിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 2 വർഷം ആകുന്നതിന് മുൻപ് ഡിവോഴ്സായി വീട്ടിൽ വന്ന് നിന്ന് ആ അച്ഛനും അമ്മയും വിഷമിപ്പിക്കേണ്ട, ആ കുടുംബത്തിന് ബാധ്യതയാകേണ്ട എന്നൊക്കെ ആ പെൺകുട്ടി കരുതി കാണും. അതുകൊണ്ട് തന്നെയായിരിക്കും ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മരണം ഒരു കൊലപാതകമാണ് എന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത്. കാരണം ഈ പെൺകുട്ടി വളരെ ബോൾഡായിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവൾ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള പെൺകുട്ടിയാണ് എന്നാണ് ആ കുടുംബം പറയുന്നത്. ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് പ്രബിന്റെ വീട്ടിൽ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഈ പെൺകുട്ടിയുടെ കാലുകൾ തറയിൽ കിടന്ന് ഇഴയുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് എന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത്. എന്തായാലും പ്രബിനെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇയാളൊക്കെ എത്ര നാൾ ജയിലിൽ കിടക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഈ അവസ്ഥയിൽ ഞാനൊരു ഒരു കുറിപ്പ് ആലോചിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ മകൾക്ക് അച്ഛനൊരു പൊതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മകളെ നിനക്ക് നിന്റെ വീട്ടിൽ, നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ഭർത്താവിനൊപ്പം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നീ ഈ പൊതി തുറന്നു നോക്കാവൂ. വളരെ സന്തോഷമായിട്ടാണ് ആ പെൺകുട്ടി വീട്ടിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പൊതി തുറന്നു നോക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം ഈ പൊതിയെ കുറിച്ച് പെൺകുട്ടി ഓർത്തു. അങ്ങനെ ഈ പൊതി ഈ പെൺകുട്ടി തുറന്നു നോക്കി. ആ പൊതി തുറന്നു നോക്കിയപ്പോൾ അച്ഛനൊരു കുറിപ്പും കുറച്ച് പണവുമാണ് കരുതി വെച്ചിരുന്നത്. അതായത് ആ കുറിപ്പിൽ അച്ഛൻ പറയുകയാണ്, മകളെ നിനക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നാൽ നീ വീട്ടിലേക്ക് വരിക, അതിനുള്ള ടാക്സി ചാർജ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കുറിപ്പ് ആ അച്ഛൻ വെച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു കരുതലാണ് നമ്മുടെ പെൺമക്കൾക്ക് ഈ സമൂഹത്തിൽ ആവശ്യം. എന്ന് വന്നാലും നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരൂ, നിന്റെ മുറി ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്ന് ഒരു ഉറപ്പ് മാത്രം ആ പെൺകുട്ടികൾക്ക് നൽകിയാൽ മതി. എന്തായാലും നമ്മുടെ പെൺമക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം.